സോ ഹായ് ഗായ്സ്, ഇന്നെന്താ സ്പെഷ്യൽ? ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്ന ഒരു കൂൺ ബിരിയാണി ആയിട്ടാണ്. കുറച്ച് വെറൈറ്റിയിൽ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ബിരിയാണി. ഇപ്പം നോമ്പുകാലമൊക്കെ അല്ലേ, അപ്പം നമുക്ക് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പം എല്ലാവരും ഈ ഒരു ടൈമിൽ ഒന്ന് ചെയ്തു നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടാലോ? ഓക്കേ, അപ്പോൾ ആദ്യം തന്നെ ഒരു കടായി വെച്ച് കൊടുക്കുക. അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്കൊരു 5 സവോള ഇതുപോലെ നീളത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ സവോള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പക്ഷെ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ എണ്ണയിലിട്ട് വറുത്ത് കോരിയൊന്നും എടുക്കണ്ട. ഇനി ഇതൊന്ന് പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഓയിൽ യൂസ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഇതിലേക്കൊരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. ഉള്ളി കറക്റ്റ് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിനിയും ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലും കൂടുതൽ അങ്ങ് ഫ്രൈ ആക്കാനായിട്ട് നിൽക്കല്ല. ഇപ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ ഒരു 1.5 തക്കാളി എടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കൂടെ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ പൊടിയുടെ സ്മെല്ല് മാറുന്നിടം വരെ ഒന്ന് വഴറ്റണം. ഇപ്പോൾ ഈ ഒരു പൊടിയുടെ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുകൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി ഈ പരുവാകുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ബിരിയാണി മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പിടി മല്ലിയില ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ ഒരു പിടി പുതിന ചോപ്പ് ചെയ്തതും കൂടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കൂൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു സെയിം ബിരിയാണി ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് കൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൂൺ നന്നായിട്ട് കഴുകി 2ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇതിപ്പോൾ പട്ടൻ കൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്കിനി ഓയിസ്റ്റർ ടൈപ്പിലുള്ള കൂണാണ് കിട്ടുന്നതെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി. ഏത് ടൈപ്പ് കൂൺ യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ ഒരു സെയിം ബിരിയാണി ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ അഥവാ കൂൺ ഇല്ലെങ്കിൽ കോളിഫ്ലവർ വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് ഈ ഒരു റെസിപ്പി ചെയ്യാം. അപ്പോൾ കോളിഫ്ലവർ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റിലൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ അതിൻ്റെ വീഡിയോയും അപ്ലോഡ് ചെയ്യാം. ഇനി ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഇപ്പോൾ ഈ കൂണിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കൂണിൽ നിന്ന് തന്നെ ഇതുപോലെ വെള്ളം ഇറങ്ങിക്കോളും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ആഡ് ചെയ്തായിരുന്നു ഉള്ളി ഫ്രൈ ചെയ്തപ്പോൾ, അപ്പോൾ അത് നോക്കിയിട്ട് ഇതിനനുസരിച്ച് വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊരു 10 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പോഴത്തെ ഈ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ടൂടെ വരും. നമ്മളിവിടെ കൂൺ വെച്ചിട്ട് ചെയ്യുന്നതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോയിലാക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഇതൊന്ന് വേവിക്കാം. ഈ ഒരു ടൈം കൊണ്ട് നമുക്കിതിൻ്റെ റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 1.5 ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ആയിട്ടുള്ള ബേ ലീഫ്, പിന്നെ ഒരു സ്റ്റാർ, 2 ഏലക്ക, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ജാതിപത്രി, പിന്നെ ഒരു 3 to 4 ഗ്രാമ്പൂ, അതുപോലെ ഒരു ചെറിയ 3 പീസ് കറുവപ്പട്ട, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അടുപ്പിച്ച് കുരുമുളക്. പിന്നെ ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് പെരിഞ്ജീരകം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫൈനലായിട്ടൊരു 1/2 മുറി നാരങ്ങയുടെ നീരൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ട് പെട്ടെന്ന് തിളയ്ക്കാനായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് കഴുകി ഒരു 1/2 മണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 കപ്പ് ബസ്മതി അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അരി ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് പുതിനയും മല്ലിയിലയും കൂടെ
ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ റൈസിന് നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടും. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ചോറ് വാർത്താണ് എടുക്കുന്നത്, അപ്പോൾ ഉപ്പ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം അരി ഏകദേശം ഒരു 60% കുക്കായിട്ടുണ്ട്. ഇത്രയും നമുക്ക് കുക്ക് ചെയ്ത് എടുത്താൽ മതി. ബാക്കി നമ്മൾ ആ മസാലയിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി നമുക്ക് ഇതൊന്ന് വാർത്തെടുക്കാം. ഇപ്പം ഞാൻ റൈസ് ഫുള്ളായിട്ട് ആ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയില ചോപ്പ് ചെയ്തതും പിന്നെ ആവശ്യത്തിനുള്ള നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ കഴിക്കുമ്പോൾ ശരിക്കും നമുക്കൊരു നോൺ വെജ് ബിരിയാണി കഴിക്കുന്ന സെയിം എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. കാരണം ഇതിൻ്റെ ഗ്രേവിക്കൊക്കെ അത്ര നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കൂണൊക്കെ നമുക്ക് കോമൺ ആയിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ അഥവാ ഞാൻ പറഞ്ഞ പോലെ കൂണില്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് വെച്ചും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു നോമ്പ് ടൈമിൽ ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനോടെ മറന്നുപോലെ.